എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഇന്ന് മാർക്കറ്റ് നല്ലൊരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരുന്നു അല്ലെ. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ രാവിലെ തന്നെ ടെലിഗ്രാമിൽ ഒരു പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് ഇന്നത്തെ എക്സിക്യൂഷൻസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 എൻട്രി മോഡൽസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എൻട്രി മോഡൽസ് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ അതിൽ 2 കാര്യം ഒരുമിച്ച് അപ്ലൈ ചെയ്തത് ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇന്ന് കമ്പാരിറ്റീവ്ലി എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെ യൂസ് ചെയ്താൽ എന്താണ് ഇന്നത്തെ മാർക്കറ്റിലുള്ളത്, അതുപോലെ ഇന്ന് പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാനിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. അത് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ബാങ്കിന്റെ സ്റ്റോക്സ് അല്ലെ, HDFC, ICICI, ആക്സിസ്, അതേപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതെല്ലാം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇതുവരെയുള്ള പ്ലാൻസിൽ നിന്നും എഗെയിൻ ഓരോ ദിവസത്തിലും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ. ഇന്ന് മാർക്കറ്റ് തരുന്ന കൺഫർമേഷനും തരുന്ന റിയാക്ഷനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ദിവസത്തിലൊരു പ്ലാൻ ശരിക്കും എടുക്കുക. അപ്പൊ അത് എല്ലാ ദിവസത്തിലും വ്യത്യാസം ഉണ്ടാവും. സോ മൊത്തത്തിലുള്ള ഒരു പൊളിച്ചുപണി നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്, മൊത്തത്തിൽ മാർക്കറ്റിൽ അഗ്രസീവ് മൂവ്മെന്റോ കറക്റ്റീവ് മൂവ്മെന്റോ പല കാര്യങ്ങളും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ അതിനെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ റിഫൈൻ ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നല്ലൊരു പ്ലാനിലേക്ക് വരിക എന്നുള്ളത് നോക്കാം. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, നേരെ വീഡിയോയിൽ പോയാലോ. സോ ഇന്നത്തെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. ടെലിഗ്രാമിൽ നമ്മൾ രാവിലത്തെ പ്ലാൻ എന്തായിരുന്നു എന്നുള്ള കാര്യം നോക്കാം. സോ രാവിലെ ഒരു 9:26 നമ്മൾ ഈ ഒരു കണ്ടിന്യൂഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെ ഒരു കൺഫർമേഷൻ എടുത്ത് താഴേക്ക് LTF കൺഫർമേഷൻ ടു ഡൗൺ സൈഡ് ഈ ഒരു 478 പോയിന്റ്സ് എന്ന് വെച്ചാൽ 50,849 എന്നുള്ള ഈ ഒരു പ്രൈസിലേക്കാണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായ പ്ലാൻ. ഓക്കെ, ഇവിടെ കൺഫർമേഷൻ എൻട്രി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ട്. അതിൽ എൻട്രിക്ക് എന്താ സംഭവിച്ചെന്നുള്ള എല്ലാ ദിവസവും നമുക്ക് ഇനി മുതൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ ഇതിലേക്ക് ക്ലബ് ചെയ്ത് അനാലിസിസിലേക്കും കൂടെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ നമുക്ക് നോർമൽ റീപ്ലൈ ചെയ്യാൻ തരാം. ഇതാണ് രാവിലെ പറഞ്ഞിട്ടുണ്ടായ കണ്ടീഷൻ. ഇപ്പോൾ LTFിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ 1 മിനിറ്റിൽ നമുക്ക് ഇതാണ് ലെവൽ അല്ലേ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്താലും നമുക്ക് കൺഫർമേഷൻ ആവുള്ളൂ അല്ലേ, ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ട്. സോ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേറെ പല കണ്ടീഷനിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി താഴേക്ക് നോക്കാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് SMC ബേസ് ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് സിമ്പിൾ മെത്തേഡ് തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. അതൊക്കെ പയ്യെ വരുന്ന വഴിക്ക് പഠിക്കാം. നമുക്ക് നോക്കാം ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത്. കൺഫർമേഷൻ ആണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ സപ്ലൈ എവിടെയാണ്? കറന്റ് ഒരു സപ്ലൈ ആണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണം അല്ലേ. ഒരു സെല്ലേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്, ബയേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റിൽ ഇപ്പോൾ സെല്ലേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇക്വിലിബ്രിയം ട്രേഡ് പ്ലാൻ ആണ് അല്ലേ. ഇക്വിലിബ്രിയം പ്ലാൻ നോക്കുന്ന സമയത്ത് എവിടെയാണ് ടോട്ടലി ഉള്ളതിൻ്റെ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ എന്നാണ് നമ്മൾ എടുക്കുക. മാർക്കറ്റേക്ക് ഈ ലോ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ ഒരു ലെവല് നമ്മൾ ഇക്വിലിബ്രിയം ഫസ്റ്റ് എൻട്രീസോ ഞാൻ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ബേസ് ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെയാണ് ഫസ്റ്റ് എൻട്രി നമ്മൾ നോക്കാം. ഇവിടെ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്തു, ടാർഗറ്റ് നമ്മൾ ഇങ്ങോട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും 1:2 1:1.5 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ആയതിനു ശേഷം സ്കെയിൽ ചെയ്യുക, നിങ്ങളുടെ RR സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് കറക്റ്റീവായിട്ട് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻട്രി ടാപ്പ് ചെയ്ത് ഇക്വിലിബ്രിയം എൻട്രി എന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ നിന്ന് ഒരു അഗ്രസീവ്നെസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 100 പോയിന്റ്സിന്റെ മൂവ്മെന്റം മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ്, നമ്മുടെ മേജർ ടാർഗറ്റ് ഇവിടെയാണ്, ഈ ഒരു ലെവലിലേക്കൊക്കെ പിന്നെ അപ്പോൾ അതിനുള്ളിൽ ഒരു RR എടുത്ത് ഇറങ്ങാം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ. മാർക്കറ്റ് എന്ത് ചെയ്തു, സ്റ്റിൽ നോ അല്ലേ. ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടെ RR കിട്ടിയെങ്കിലും നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രീമിയത്തിൽ ഇവിടെ 1:1.78 ഒക്കെ ഉണ്ടെങ്കിൽ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഒരു 1:1.2 ഒക്കെ വരെ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വളരെ ഡീപ്പ് ഇൻ ദ മണി എടുത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്. സോ അതിലേക്ക് പോകണില്ല. നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ആയിട്ട്, അപ്പോൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് മാത്രമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവാം. മാർക്കറ്റിലുള്ള കാര്യമാണ് സ്റ്റോപ്പ് ലോസ് അല്ലേ. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.
സോ സെക്കൻഡ് എൻട്രി നോക്കുകയാണെങ്കിൽ എവിടെയാണ് സെക്കൻഡ് എൻട്രി ഉണ്ടാവുക? നമ്മൾ സപ്ലൈയിലാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടായത്. ഇവിടെ നമ്മളൊരു സപ്ലൈ സോൺ ഇവിടെയാണ് നോക്കി. ഞാനിത് പറയുന്നത് 1 മിനിറ്റിന്റെ കണ്ടീഷനാണ്. 1 മിനിറ്റിന്റെ കണ്ടീഷനാണ്. ഇപ്പോൾ 15 മിനിറ്റ് ഒന്നും അല്ല നമ്മൾ പറയണത് അല്ലേ. അപ്പോൾ 1 മിനിറ്റിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ടൈം എടുത്ത് 1 മിനിറ്റിൽ ഇത്രയും ടൈം എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അതിനുശേഷം SL ഹിറ്റ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ രണ്ടും കൂടെ എക്സിക്യൂഷൻ നോക്കാൻ പോയാൽ ഇവിടെ നിങ്ങൾ SL ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാം? ഇവിടെ എന്താ സംഭവിക്കാം? ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടി, ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടി. അപ്പോൾ 2 സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഹിറ്റായി. സോ അടുത്തൊരു കൺഫർമേഷൻ ഇന്നത്തെ ദിവസത്തിൽ തന്നെ കിട്ടി. നിങ്ങൾക്ക് അടുത്തൊരു എൻട്രി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം 2 എൻട്രിയിൽ SL ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിക്ക് പിന്നെ മൂന്നാമത്തെ എൻട്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങളെല്ലാം എന്താവും? ഡാമേജ് ആവും. മനസ്സിലാവും? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 എൻട്രി എന്നുള്ളത് മാറ്റിയിട്ട് ഇതിലേതെങ്കിലും ഒരാളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ലൊരു RR മാത്രം നോക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ 1:1 ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലോ ഇവിടെ അവൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവും? 1:1.5 1:2 നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു എൻട്രി ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടും കൂടി എടുത്ത് വെച്ച് ഇതേപോലത്തെ സിറ്റുവേഷൻ. അപ്പോൾ നാളെ മാർക്കറ്റിൽ ഇതേപോലത്തെ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് 4 SL ആവും. അപ്പം നിങ്ങളുടെ പ്രോഫിറ്റബിൾ ഡേ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന റിസ്ക് റിവാർഡ് 1:2 ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ട്രേഡ് എടുക്കേണ്ടി വരും? ചിലപ്പോൾ ഒരു ട്രേഡിൽ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൺ ആവാൻ വേണ്ടി പറ്റും. പക്ഷേ 1:1.5 വരുന്ന ഒരാൾക്ക് 2 ട്രേഡ് ആവണം ബ്രേക്ക് ഈവൺ ആവാൻ. ഒരു സക്സസ്ഫുൾ ട്രേഡ് കിട്ടിയാലാണ് ബ്രേക്ക് ഈവണിലേക്ക് വരുള്ളൂ. സോ അതിന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സോ നിങ്ങൾ ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക. ബിഗിനേഴ്സാണ്. അപ്പം നിങ്ങളെല്ലാവരും ബിഗിനിങ് ലെവലിലുള്ളവർ ഒരു എൻട്രി മോഡൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കണ്ടോ? അപ്പോൾ ഇവിടെ ഇന്നത്തെ അപേക്ഷിച്ച് ഇന്ന് എന്താണ്? ഇന്ന് മാർക്കറ്റിൽ SL ആണ്. പക്ഷെ കാരണം എന്താണ്? മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്തില്ല. ഇതൊരു സെല്ലേഴ്സ് മാർക്കറ്റാണ്. നമ്മുടെ മാർക്കറ്റാണോ? അല്ല. മാർക്കറ്റ് ഇവിടെ വന്നു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇവിടുന്ന് എഗെയിൻ ലോവർ ലോയിലേക്ക് വരണം അല്ലേ. ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വരണം. അത് വന്നോ? ഇല്ല. മാർക്കറ്റ് അതിന് ശേഷം എന്ത് ചെയ്തു? ഈ ഒരു കണ്ടീഷന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കൺസോൾഡേറ്റ് ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പോൾ ഇതിനിടയിൽ ട്രേഡ് എടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ബൈയിങ് സോണും സെല്ലിംഗ് സോണൊക്കെ ഇട്ടിട്ടൊക്കെ നോക്കിയാൽ മതി. എന്നിട്ടേ കാര്യമുള്ളൂ അല്ലേ. അപ്പം ഇവിടെ അതിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? കംപ്ലീറ്റ് നമുക്ക് നോക്കാം. ത്രൂഔട്ട് ഈ ഒരു സോണിൽ നിന്ന് താഴേക്ക് വന്നു. പിന്നെ അല്ലേ വളരെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റില്ല. നമുക്ക് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോട്ടൽ പ്ലാൻ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മാറ്റുകയാണേ. നമ്മൾ പറഞ്ഞിട്ടുള്ള ടോട്ടൽ പ്ലാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ താഴേക്ക്. സോ അതിലൊക്കെ നമുക്കൊരു ചേഞ്ചസിന് വേണം. കാരണം എന്താണ്? ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് എന്തിനാ മൂവ് ചെയ്തിട്ടാണ്? ബാങ്കിങ് സ്റ്റോക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യണത് അല്ലേ. അപ്പോൾ അവരൊക്കെ സ്ട്രോങ് ആയിട്ട് ബൈയിങ് സ്റ്റാർട്ട് ചെയ്താൽ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഫ്യൂച്ചറിലേക്ക് ഒന്ന് പോവാം. ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നമ്മളെപ്പോഴും കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കണ്ടോ? ഇവിടെ നോക്കിയേ, ഫ്യൂച്ചർ പ്രോപ്പറായിട്ട് ഇവിടെയാണ് നമ്മളുടെ മേജർ സെൽ ഓഫ് സോൺ അല്ല, 1 അവറിന്റെ സെൽ ഓഫ് സോൺ ഉള്ളത് ഇവിടെയാണ്. കണ്ടോ? സെൽ ഓഫ് സോൺ ഇവിടെയാണ് ഉള്ളത്. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? അതിനുശേഷം 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെ ഇമ്പൾസീവ് ആയിട്ടൊരു മൂവ്മെന്റ് അല്ലേ. ഇവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാം അല്ലേ. ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ലാസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ബ്രേക്ക് ഔട്ടിനും താഴെയുള്ള ലോ ഇതാണ്. അപ്പോൾ അവിടുന്ന് സപ്ലൈ എവിടെയാണ്? ഇവിടെയാണ് സപ്ലൈ അല്ലേ. ഇത് മേജറാണ്, അല്ലെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സെൽ ഓഫ് സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര ഇമ്പൾസീവ് ആയിട്ട് മൂവ്മെന്റ് വന്നതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇന്റേണലി മാർക്കറ്റിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇന്റേണലി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് എപ്പോഴും എന്താണ് ഡയറക്ഷൻ, ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ ഹയർ ലോ, അല്ലെങ്കിൽ ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഈക്വൽ ലോ എന്നുള്ളൊരു കണ്ടീഷൻ മാർക്കറ്റിലുണ്ട് അല്ലെ. ബയ്യർ സെല്ലർ ഇവർ രണ്ടുപേരും ഇല്ലാത്ത സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു ഒറ്റ പുഷാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത് അല്ലെ. ഈ ഒരു ലെവലിൽ നിന്ന് ഒറ്റ പുഷാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ ഇതിന് ശേഷം മാർക്കറ്റിലൂടെ എന്താണ് ഒരു ഡയറക്ഷൻ മാർക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് റീപ്ലേ ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ. ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ലോ അല്ലേ. എഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. അപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പ്രോപ്പർ ഡിമാൻഡ് സോൺ അവിടെ ഉണ്ട് അല്ലേ. ഈ ഡിമാൻഡ് സോൺ സ്ട്രോങ് ആണെന്ന് വെച്ചാൽ കറന്റ് പോകുന്ന ഈ ഒരു ഇന്റേണലി മൊമെന്റത്തിൽ മാത്രം സ്ട്രോങ് ആണ് കേട്ടോ.
മേജറായിട്ട് നമുക്ക് സപ്ലൈ ആണെങ്കിലും കറണ്ട് സ്റ്റോപ്പ് ഇവരെ കൺസിഡർ ചെയ്യേണ്ട എപ്പോഴാണെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, കറന്റ് അഗെയിൻ മാർക്കറ്റിൽ ഇവിടെ എന്ത് നടന്നു, ബ്രേക്ക് ഔട്ട് നടന്നു. കണ്ടോ, ഇത് നമുക്കൊന്ന് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. മാർക്കറ്റ് ഈ ഒരു ലോയിൽ നിന്നും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയാണ്, ഇതാണ് ഒരു ബൈയിങ് സോൺ അല്ലേ. സോ അതിലേക്ക് ഓൾറെഡി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മേളിലേക്ക് നോക്കാൻ പറ്റുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. ഇനി ഇങ്ങോട്ട് താഴേക്ക് നമുക്ക് ആ 1 അവറിന്റെ പ്ലാനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാം. ഫസ്റ്റ് ഈ ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റീടെസ്റ്റിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലെവലിനെ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് പ്ലാൻ നോക്കാം. മനസ്സിലായോ? ഇവിടെ ഇതേപോലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ റെഡ് ക്യാൻഡിൽ വന്ന് ബോഡി ക്ലോസ് തരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത റീടെസ്റ്റ് എൻട്രി പ്ലാൻ ചെയ്യാം. നമുക്ക് ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ പുതിയൊരു പ്ലാൻ ഇവിടെ കിട്ടും. അതിനനുസരിച്ച് ഇവിടെ പ്ലാൻ കിട്ടി ഈ എൻട്രീനെ നമുക്ക് ഈ പറയുന്ന ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലാവും? അപ്പം ഇവിടെ ഒരു ബൈയിങ് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി മേളിലേക്ക് നോക്കാം അല്ലേ. അതിന് നമുക്ക് എന്ത് വേണം, ഇതാണ് കറന്റ് നോക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക്, ഇതാണ് അടുത്തൊരു കീ ലെവൽ അല്ലേ. ഇങ്ങോട്ടേക്ക് നോക്കാം. അതിന് നമുക്ക് ഇവിടെ എന്ത് വേണം, ഈ പറയുന്ന ലെവലിൽ ഒരു LTF കൺഫർമേഷൻ നമുക്ക് വേണം. ഇവിടെ നമുക്കൊരു LTF കൺഫർമേഷൻ വേണം അല്ലേ. അപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ, ഞാൻ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് എന്ത് സംഭവിച്ചു, ഡൗൺ സൈഡിലായിരുന്നു അല്ലേ. ഡൗൺ സൈഡിലേക്ക് വന്ന മാർക്കറ്റ് ഇവിടെ കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഒരു പുതിയ ബ്രേക്ക് ഔട്ട് വന്നു. അതിനുശേഷം മാർക്കറ്റ് കണ്ടോ, അത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഇതാണ് മാർക്കറ്റിന്റെ സപ്ലൈ. സോ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് പുതിയ ബ്രേക്ക് ഔട്ട് ആണ് അല്ലേ. നമുക്ക് നോക്കാം, ബ്രേക്ക് ഔട്ട് വന്നു. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അതിനുശേഷം ഈ സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഡിമാൻഡ് കൺട്രോൾ എടുത്തു അല്ലേ. സപ്ലൈ ഇവിടെ ഉണ്ടായിരുന്നത് ഫെയിലാക്കി. സോ ഇനി ആരാ കൺട്രോള്, ഡിമാൻഡ് കൺട്രോൾ എടുത്തു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡിമാൻഡ് സോണാണ് കറന്റ് ഉള്ളത്. സോ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്പർച്യൂണിറ്റി മേളിലേക്ക് നോക്കാം. കൺഫർമേഷൻ ആയിട്ട് നിൽക്കുകയാണ്. ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഏത് എൻട്രി ആണ് നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനത് പറയുന്നില്ല. നിങ്ങളതിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. ഇക്വിലിബ്രിയം വേണോ, ഈ പറയുന്ന സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡ് എൻട്രി വേണോ എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. സോ നാളെ 2 ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് വേണമെങ്കിൽ കൺഫർമേഷൻ തന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന റീസെൻ്റ്ലി ഉള്ള ഈ ഒരു ലെവൽ ടാർഗറ്റ് ചെയ്യാം. അവിടെ ഒരു RR ശ്രമിക്കാം. ഇനി അതല്ലെങ്കിലോ ഇവിടുന്ന് എഗെയിൻ ആളിവിടെ വന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ. ഇതാണ് 1 മിനിറ്റിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻ. സോ എല്ലാ ദിവസത്തിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്ലാൻ തന്നെ നമ്മൾ നോക്കി പോകാല്ല. നമ്മൾ അറ്റ് എ ടൈം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പർ പ്ലാൻസ് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ലെവലൊന്നും മറക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന ലെവൽസ് നോക്കുക. ഇപ്പോൾ ഓൾറെഡി LTF കൺഫർമേഷൻ ആയിട്ട് നിൽക്കുകയാണ്. എഗെയിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വേണമെങ്കിൽ നമ്മളുടെ സപ്ലൈയിലേക്ക് ഇങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യും. സോ കണ്ടിന്യൂഷൻ നോക്കാം. എപ്പോഴും ഒരു ദിവസത്തിൽ നല്ലൊരു എൻട്രി ഈ പറയുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാനിലേക്ക് എക്സിക്യൂഷൻ നോക്കാം. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക അല്ലേ. ഇന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കുള്ള എൻട്രി നമ്മൾ നോക്കി, നമുക്കറിയാം അവിടെ SL നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ, ഇല്ല. എല്ലാവരും പ്രോപ്പറായിട്ട് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതൊരു റിയാലിറ്റിയാണ്, എല്ലാവരും അത് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് പോവാം. നിഫ്റ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്ന് വരച്ചു വെച്ചതാ, മിനിഞ്ഞാന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാനാണ്. കാണാത്തവരുണ്ടെങ്കിൽ മിനിഞ്ഞാന്നത്തെ അനാലിസിസ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ ഓൾറെഡി ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ടാർഗറ്റിലേക്ക് വരാൻ ഇനിയുണ്ട്. കണ്ടോ, നിഫ്റ്റി പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലേ. 2 ദിവസം എടുത്ത് നിഫ്റ്റി അങ്ങോട്ട് എത്താൻ. അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റി ഏകദേശം 376 പോയിന്റിന്റെ ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഇനി എന്ത് ചെയ്യണം, താഴെ കൊണ്ടു. പക്ഷേ നിഫ്റ്റിയുടെ കേസ് നോക്കുമ്പോൾ നിഫ്റ്റി ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നു നിൽക്കുകയാണ് അല്ലേ. ഇവിടെ നോക്കി ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ചെറിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ഒരു
ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എവിടെയാണ്? ഇതാണ് ഡിമാൻഡ്. നിഫ്റ്റി സ്റ്റിൽ ഡിമാൻഡാണ് കൺട്രോൾ എടുത്തിട്ടുള്ളത് അല്ലേ? ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്ലാനിൽ നോക്കുമ്പോൾ കണ്ടോ, കറക്റ്റ് ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ഇത് 15 മിനിറ്റിന്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ ആര് തന്നെ 1 മിനിറ്റോ ഇവിടെ വന്നു, ഇങ്ങനെ വന്നു, ഇനി കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് നിഫ്റ്റിയുടെ കണ്ടീഷൻ പ്ലാൻ. ഇതാണ് HDF പ്ലാൻ. നമ്മൾ താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, മറക്കണ്ട മേജർ. പക്ഷെ ഇവിടെ ഈ പറയുന്ന താഴത്തേക്കുള്ള ഈ പ്ലാൻ, നമ്മൾ ഈ HDFൽ ഈ പറയുന്ന പ്ലാനിലേക്ക് നമുക്ക് നോക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്റ്റോക്സിന്റെ കേസും കൂടി കൺഫർമേഷൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റോക്സിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് നടന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏകദേശം 1.4% ആക്സസ് ഒക്കെ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ അഗെയിൻ ബൈയിങ് നടക്കാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഓവറോൾ ഇൻഡെക്സിന്റെ മൊമെന്റം ഒരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും അങ്ങനെ ക്ലബ് ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന 2 കണ്ടിന്യൂഷൻ നോക്കാം. ഇനി നമുക്ക് സ്റ്റോക്സിലേക്ക് പോവാം. ഞാനപ്പോൾ നിഫ്റ്റിയുടെ കേസ് കഴിഞ്ഞു, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് കഴിഞ്ഞു അല്ലേ? ഇതിൽ ഞാൻ എൻട്രി നിങ്ങൾ ചെയ്യുന്നവർ, നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യാം? നമ്മുടെ എൻട്രി മോഡൽ നിങ്ങൾ ഇതിൽ ക്രോസ് ചെക്ക് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അത് ക്രോസ് ചെക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ഇനി ഇതിലേക്ക് വരാം, നമ്മളുടെ ആക്സസിൽ ICICയിലേക്ക് വരാം. ICICI നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്, പക്ഷെ അത് എനക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു പ്ലാൻ ആയിരുന്നു. കാരണം ഇത്രയും ലിക്വിഡിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് താഴേക്ക് വരാനുള്ള സിനാരിയോ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഏതായാലും നോക്കാം. ICICിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റോക്സ് ബുള്ളിഷ് ആയിട്ടുള്ള കൺസിഡറേഷൻ. ഇവിടുത്തെ ഈ ഒരു ബൈയിങ്ങിനെയാണ് മാർക്കറ്റ് ക്രോസ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്റേണലി ഉള്ള മൊമെന്റം ഈ പറയുന്ന ICICയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യുക ഈ ഒരു ലെവലാണേ. ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പർ ഡിമാൻഡ് ആവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബൈയിങ് അഗെയിൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നാൽ നമുക്ക് ഈ പറയുന്ന കണ്ടിന്യൂഷൻ ഈ ഒരു സോണും ഈ ലിക്വിഡിറ്റി ബേസ്ഡുള്ള ഈ ലെവലൊക്കെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എവിടെയാണ് നമുക്ക് ടോട്ടലി വ്യൂ ബുള്ളിഷ് ആക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു സ്വിംഗ് ട്രേഡ് ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1250 അല്ലെ, ഈ 1250 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആവും അല്ലെ? റിവേഴ്സ് ആവുന്നു. അടുത്ത റീടെസ്റ്റിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഡിപ്പിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. സോ അങ്ങനെ ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാം, ക്ലബ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് വ്യൂയിലേക്ക് വരാൻ വേണ്ടി പറ്റും. സോ കറന്റ് ഈ ഒരു ലെവലിൽ താഴെ നിൽക്കുന്നിടത്തോളം നിങ്ങൾ നമ്മളുടെ റീസെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വെച്ച് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പം എല്ലാ ദിവസവും മാർക്കറ്റിൽ ഒരു കാര്യം തന്നെ അപ്ലൈ ചെയ്താൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലോജിക്കലി നമ്മൾ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കാനാണ് സാധ്യത, എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ മാത്രമാണ് നമ്മളത് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ തന്നെ ചാടി കയറുക, ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ദിവസം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അടിക്കുണ്ടാവുക, വേറെ ആർക്കുമല്ല. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവണേ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നോക്കാം. ഇന്ന് മുതൽ എല്ലാവരും ഒരു 1 അവർ ഇതിനു വേണ്ടി മാറ്റാൻ ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഉണ്ടാവുമ്പോൾ അതിട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആക്സസിൽ നോക്കുന്ന സമയത്ത് ആക്സസിൽ ഞാൻ പറയുന്നത് ഈ 1194 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈസിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ്ലി ഉള്ള വ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ബുള്ളിഷ് ആയിട്ട് ഇൻഡെക്സിലേക്കും കൂടെ കണക്ട് ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചേഴ്സും കൂടെ നമുക്ക് നോക്കി അതിലും കൂടെ കോർഡിനേഷൻ കൊടുത്തിട്ട് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് കറന്റ് നമ്മുടെ സ്റ്റോക്കിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഓൾറെഡി ഇവിടം വരെ ടാർഗറ്റ് പറഞ്ഞാണ്, അവിടെ നിന്ന് സപ്ലൈ വരെ എത്തിയിട്ടുണ്ട്. സോ ഈ സപ്ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഷിഫ്റ്റ് തന്നു. ഇവിടെ ഷിഫ്റ്റ് തന്നു. കറന്റ് ഇപ്പോൾ ഡിമാൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരാളുടെ കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണമെന്നില്ല. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, ട്രെൻഡ് റിവേഴ്സൽ തന്നു, ഗെയിൻ റിവേഴ്സൽ തന്നു. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിപ്പിൽ നമുക്ക് ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. സ്വിംഗ് ഒക്കെ ചെറുതായിട്ട് നോക്കാം. ഞാൻ ഫണ്ടമെന്റൽസ് അല്ലാതെ ടെക്നിക്കലി മാത്രം ബേസ് ചെയ്തിട്ട് പറയണത്. ഫണ്ടമെന്റൽസ് നോക്കി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇനി ഒരു ഡിപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. കറന്റ് ആള് ഡിമാൻഡാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. കറന്റ് ഇവിടെ ഒരു ഡിമാൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഡിമാൻഡ്. ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലെവൽ വരെ വരാനുള്ള ചാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് ലെവലല്ലേ അത് തന്നെ. അപ്പോൾ ആ ലെവലിലേക്ക് വന്നെങ്കിൽ
മേളിലേക്ക് പോകാൻ പെട്ടെന്ന് വരില്ല, ഞാൻ പറയണു. ചിലപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരാം. ഇത് കംപ്ലീറ്റ്ലി ഇന്നത്തെ ദിവസത്തിൽ 15 മിനിറ്റിൽ വരച്ച് വെച്ചേക്കണുണ്ടോ, ഇതാണ് റേഞ്ചിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും തന്നെ പറയാനില്ല, കണ്ടോ, കംപ്ലീറ്റ് റേഞ്ചിലാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ കാര്യമാക്കണ്ട, ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ICC ആക്സസ് കഴിഞ്ഞു. നമുക്കിനി കോട്ടക്കിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടക്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. കറന്റ് നോക്കാന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനുള്ള കണ്ടീഷനിലാണ്. കോട്ടക്ക് നല്ല രീതിയിൽ ഒരു ഡെയിലി കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ഒരു റേഞ്ചിലായിരുന്നു കോട്ടക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 4 അവർ പോട്ടെ 15 മിനിറ്റിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, കണ്ടോ. ഒരു ബ്രേക്ക് ഔട്ട് കോട്ടക്ക് തന്നിട്ടുണ്ട്, കണ്ടോ. അതിനുള്ളിൽ ഇന്ത്യയിലുള്ള മൂവ്മെന്റ് ആണെങ്കിൽ ഇതാണ് സ്ട്രക്ചർ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേജറായിട്ടൊരു ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലെവൽ കേട്ടോ. ഇതാണ് ഈ പറയുന്ന ലെവല് നോക്കാം. സോ ഇവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. സോ കണ്ടിന്യൂഷൻ കോട്ടക്ക് ബുള്ളിഷാണ്, ICC ആക്സസ് ബുള്ളിഷാണ്. ഇനി ബുള്ളിഷ് ആവാത്ത രണ്ട് ആൾക്കാരുള്ളൂ. ഒന്ന് ആക്സസും ഒന്ന് ICCയും, പിന്നെ ആക്സസ് ബുള്ളിഷാണ്. ഒന്ന് ICCയും പിന്നെ HDFC. ഇവർ രണ്ടുപേരും കൂടെ നമുക്ക് ആ ഒരു കോർഡിനേഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരിൽ HDFCയുടെ കേസ് നോക്കാന്നുണ്ടെങ്കിൽ 1676 എന്നുള്ള ഒരു പ്രൈസ്. സോ അതുപോലെ ICC നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെവലും കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇൻഡെക്സിന്റെ വ്യൂ നമുക്ക് ബുള്ളിഷായിട്ട് എടുക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവും. എത്ര പേർക്ക് പറയുന്നത് കണക്ട് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അപ്ഡേറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അല്ലാത്തവർക്ക് കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് കറന്റ് ഇത്രയും സ്റ്റോക്സിൻ്റെയും അതേപോലെ ഇൻഡെക്സിൻ്റെയും നിഫ്റ്റിയുടെയും സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. സോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ആ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്ലാൻസ് നിങ്ങൾക്ക് ഇനി മുതൽ നന്നായിട്ട് മനസ്സിലാവാനായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ക്യാപിറ്റലും നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ സൈക്കോളജി ഇതൊന്നും നമുക്ക് മാർക്കറ്റ് അവറിന് ശേഷം പറയാൻ പറ്റുന്നത്. ഒരു സെക്ഷനായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷണലി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, എങ്ങനെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന വെബിനാറിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താഴെ ലിങ്ക് ഉണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. സോ അടുത്തൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈൻ ഓഫ്.